അപ്പം മാഗിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം വെജിറ്റബിൾ ചേർക്കാതെ മാഗി കഴിക്കുന്നവർക്ക് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. ഇപ്പം എനിക്ക് ഇച്ചിരി വെജിറ്റബിൾസൊക്കെ വേണം. അത് ഇച്ചിരി ബീൻസ് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ ആദ്യം ഇച്ചിരി സവാള ഇട്ട് വഴറ്റിയിട്ട് കുറച്ച് ബീൻസ് ഇട്ടിട്ട് എക്സ്ട്രാ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് അതൊന്ന് ഇച്ചിരി ഒന്ന് വഴറ്റിയിട്ട് ആ വെജിറ്റബിളൊക്കെ ഒന്ന് വേവാനായിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഞാനൊന്ന് അടച്ച് വെക്കും. അത് കഴിഞ്ഞ് ഇച്ചിരി ഒന്ന് അത് ബീൻസൊക്കെ ഒരു ഇച്ചിരി ഒന്ന് വാടി വരുന്ന ഉടനെ പിന്നെ മാഗിയിലെ മസാലയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോഴത്തേക്കിന് ചായയൊക്കെ റെഡിയായി. അപ്പോൾ ചായ കുടിക്കാനുള്ളവർക്കൊക്കെ ചായയൊക്കെ എടുത്ത് പിള്ളേർക്ക് അവിടെ പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് അതൊന്ന് ഇച്ചിരി ഒന്ന് വാടി വന്ന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മാഗിക്കകത്ത പൗഡർ കൂടി ഇട്ടിട്ട് മാഗി പൊട്ടിച്ചിടും. എന്നിട്ട് അതൊന്ന് തിളച്ച് കഴിഞ്ഞ് കുറച്ച് വെള്ളം അടിയിൽ കാണും. അപ്പോൾ ആ അവസ്ഥയിൽ ഞാനത് ഓഫാക്കി അടച്ചിടും. അപ്പം മാഗി എല്ലാം കൂടെ നന്നായി കുതിർന്ന് വരും. അതിനുശേഷം ഞങ്ങൾ മീൻ മാർക്കറ്റിലൊന്ന് പോയായിരുന്നു. പോയിട്ട് വരുന്ന വഴിക്ക് ഈ റോഡിൽ വണ്ടിക്കാർ ഓറഞ്ചും പേരയ്ക്കൊക്കെ വെച്ച് വിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഓറഞ്ചും പേരയ്ക്കൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ പേരയ്ക്ക ഞാൻ ഇച്ചിരി വിനാഗിരിയൊക്കെ ഇട്ട് വെള്ളത്തിൽ ഇട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ട്. ഓറഞ്ച് ഒന്ന് നോക്കി, ചില ഓറഞ്ച് കാണാൻ നല്ല രസമായിരിക്കും, പക്ഷേ മധുരം കാണത്തില്ല. പക്ഷേ ഇത് പൊളിച്ച് നോക്കണ നല്ല മധുരമുള്ള ഓറഞ്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് മത്തി വാങ്ങിച്ചു, ചൂരയും വാങ്ങിച്ചു. അപ്പം ഞാൻ മത്തി എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് ചൂര ഒരെണ്ണം എടുത്ത് കറി വയ്ക്കാമെന്ന് വെച്ച് ഉച്ചയ്ക്ക്. അപ്പോൾ ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കാതെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുടനെ ഞങ്ങൾ പോയതാണ്. ഇത്തിരി ദൂരെയായിരുന്നു, മത്തി വെട്ടാൻ സമയമില്ലായിരുന്നു. ഇതങ്ങ് വെട്ടിയത് നല്ല ഫ്രഷ് മീനായിരുന്നു, നല്ല കേരച്ചൂരയായിരുന്നു. അപ്പോൾ അത് വെട്ടിയിട്ട് അതൊന്ന് കറി വയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവായും ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ഒന്ന് വഴറ്റി അതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി, ഉലുവാപ്പൊടി എല്ലാം ചേർത്ത് പുളിയും പുളിവെള്ളമൊക്കെ ചേർത്തു. ഉപ്പും ചേർത്തിട്ട് ഈ അരപ്പൊന്ന് തിളയ്ക്കുന്ന ഉടനെ അതിലേക്ക് നമ്മൾ വെട്ടിയ മീൻ പറക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് തിളച്ച് കുറച്ച് നേരം കഴിഞ്ഞ് വറ്റി വരുമ്പം ലാസ്റ്റിൽ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് വാങ്ങി വയ്ക്കാം. നമ്മുടെ മീൻ കറി ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറുപയർ തോരൻ വയ്ക്കാമെന്ന് വെച്ച് അപ്പം ചെറുപയർ ഞാൻ കഴുകി കുക്കറിൽ ഒരു വിസിലടിച്ചെടുക്കും. അപ്പം കുക്കറിൽ അവിടെ വിസിലടിച്ചെടുത്തു. എന്നിട്ട് ഞാനിവിടെ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഇച്ചിരി കടുകും ജീരകവും ഇട്ട് പിന്നെ സവാള, ഇച്ചിരി വെളുത്തുള്ളി ചതച്ചത്, തേങ്ങ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കും. എന്നിട്ട് പയറൂടെ ഇട്ട് കൊടുക്കും. ഒരു സ്വല്പം വെള്ളത്തോട് കൂടിയാണ് ചേർക്കുന്നത്. പയർ ഇച്ചിരി കൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പം അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ പയർ തോരനും റെഡിയാണ്. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനലും വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.